ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് സ്കാനിങ്ങിൽ തന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടുപ്പിച്ചൊരു കാര്യമായിരുന്നു മക്കൾക്ക് വെയിറ്റ് ഇല്ല എന്ന് അറിഞ്ഞത്. മിക്ക പ്രഗ്നൻ്റ് ലേഡീസിൻ്റെ ഒരു സ്ട്രെസ് ഫാക്ടറാണ്, അതായത് ഗർഭസ്ഥ ശിശുവിന് തൂക്കം ഇല്ല എന്ന് അറിയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതായത് എന്തൊക്കെ ഫുഡ്സാണ് ഞാൻ ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ തൂക്കം വർദ്ധിപ്പിക്കാൻ കഴിച്ചത് എന്നുള്ളതാണ്. ആൻഡ് എനിക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. തൂക്കം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫുഡ് കഴിച്ച് ഞാൻ നെക്സ്റ്റ് മന്ത് പോയ സമയത്തേക്കും വെയിറ്റ് നല്ല പോലെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ഫുഡ് എന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് പശുവിൻ നെയ്യാണ്. നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ മാക്സിമം പശുവിൻ നെയ്യ് ആഡ് ചെയ്യുക. അതായത് ഞാൻ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ അതിനകത്ത് പശുവിൻ നെയ്യ് മിക്സ് ചെയ്തിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബട്ടർ, അത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത വെണ്ണ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കഴിക്കുന്ന ഫുഡിൽ ബട്ടറും ഗീയും ആഡ് ചെയ്യാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഇത് രണ്ടും നോർമൽ ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫുഡ് ഐറ്റംസ് ആണ്. ഓക്കെ, കാരണം സ്കിന്നൊക്കെ നല്ല ഒരു ഇലാസ്റ്റിസിറ്റി കൊണ്ടുവരാനായിട്ട് ഈ രണ്ട് ഫുഡിനും സാധിക്കും. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം നെയ്യിൽ ചുട്ടെടുത്തതോ അല്ലെങ്കിൽ ചുട്ട നേന്ത്രപ്പഴം ഈ നെയ്ക്കകത്ത് പുരട്ടിയിട്ടോ കഴിക്കുന്നത് ഈ പറഞ്ഞ പോലെ തൂക്കം കൂടാൻ വളരെ നല്ലൊരു ഫുഡാണ്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ട കോഴിമുട്ടയാണെങ്കിലും താറാവ് മുട്ടയാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ചിലരുടെ സംശയമുണ്ട്, അതായത് കാടാമുട്ടയാണോ കോഴിമുട്ടയാണോ നല്ലതെന്നുള്ളത്. കുഞ്ഞിൻ്റെ തൂക്കം കൂടാൻ നല്ലത് കോഴിമുട്ട തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം രണ്ട് കോഴിമുട്ടയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് 1-2 കോഴിമുട്ട ഡെയിലി എന്ത് ചെയ്യാം, കഴിക്കാം. ആൻഡ് കോഴിമുട്ട കഴിക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇനി അഞ്ചാമതായിട്ട് മുത്താറിയാണ്. റാഗി കഴിക്കുക. ഓക്കെ, അപ്പോൾ മുത്താറിക്ക് എന്താണ് ഓരോ നാട്ടിൽ പറയണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ റാഗിയാണ് മുത്താറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാഗി നിങ്ങൾ എടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എടുക്കുന്ന പോലെ തന്നെ വേവിച്ചിട്ട് തന്നെ എടുക്കണം. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു ഷേക്കിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബനാന ഷേക്ക് ഉണ്ടാക്കിയിട്ട് ഈ കുക്ക് ചെയ്ത റാഗി, വേവിച്ച റാഗി എന്ത് ചെയ്യാം, അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കത് കൺസ്യൂം ചെയ്യാം, നിങ്ങൾക്കത് കഴിക്കാം. റാഗിയും ഈ പറഞ്ഞ പോലെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ല ഫുഡാണ്. ആൻഡ് ഇതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് തന്നെയാണ്. അതായത് ഡെയിലി റാഗി കഴിക്കുക എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റാഗി കഴിക്കുക. പിന്നെ അത് കൂടാതെ എടുക്കേണ്ട ഫുഡ് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. അത് നിങ്ങൾക്ക് ഷേക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ഷേക്കൊക്കെ ആക്കിയിട്ട് കുടിക്കാം. പിന്നെ ചിലരുടെ ഡൗട്ടാണ് ഡേറ്റ്സ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾ ബ്ലീഡിങ്ങും ബെഡ് റെസ്റ്റും ഉള്ള പ്രഗ്നൻറ്റ് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ്സ് കഴിക്കേണ്ട, ഡേറ്റ്സ് ഒഴിവാക്കുക. അല്ലാതെ നോർമൽ പ്രഗ്നൻസി ആണ്, നിങ്ങൾക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 5th മന്ത് തൊട്ട് നിങ്ങൾക്ക് ഡേറ്റ്സ് എടുക്കാം. അതായത് ഒരു 6th മന്ത് അങ്ങോട്ടേക്കൊക്കെ നിങ്ങൾക്ക് ഡേറ്റ്സ് കുറച്ച് എന്താ പറയുക, ഒരു 4 to 5 ഡേറ്റ്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ തൂക്കം കൂടാൻ വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ബ്ലീഡിങ്ങും ബെഡ് റെസ്റ്റും ഉള്ള ആൾക്കാർ ഡേറ്റ്സ് കഴിക്കേണ്ട. ഇനി അതുകൂടാതെ ധാന്യങ്ങളാണ്. ധാന്യങ്ങൾ നിങ്ങൾക്ക് വറുത്ത് പൊടിച്ചിട്ട് കുറുക്ക് പോലെ ആക്കി ഈ പറയുന്ന പോലെ ഷേക്കിലാക്കിയിട്ട് കുടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുടിക്കാം. അല്ലെങ്കിൽ കറിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങിയ ഫോമിലൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കാം. പിന്നെ കുറേ പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ പ്രശ്നമാണ് ഗ്യാസ് കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, വേദന, അതൊക്കെ. അപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് കയറിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ധന്വന്തരം ഗുളിക കഴിക്കാം. ധന്വന്തര ഗുളിക കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന കാര്യമാണ് ധന്വന്തരം ഗുളിക. അപ്പം നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ധന്വന്തരം ഗുളിക ഒരെണ്ണം ചവച്ചിറക്കി കഴിച്ചിട്ട് ചൂടുവെള്ളം കുടിച്ചിട്ട് ഒന്ന് നടന്നാൽ മതി. ആ ഒരു ഗ്യാസ് നിങ്ങൾക്ക് എന്താവും, ഗ്യാസ് പോകും. 1-2 ധന്വന്തരം ഗുളിക വേണമെങ്കിൽ കഴിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ ചെയ്ത കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. മെയിനായിട്ട് ഒരു കാര്യം വിട്ടുപോയി, പശുവിൻ പാല്. പശുവിൻ പാല് കുടിക്കണം, കുടിക്കാതിരിക്കരുത്. പശുവിൻ പാല്, തൈര്, മോര്, ഇതൊക്കെ പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒത്തിരി സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഫുഡിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. അതിൻ്റെ കൂടെ നല്ലപോലെ പച്ചക്കറികളും ഫ്രൂട്ട്സും കഴിക്കുക. എല്ലാം ആവശ്യമാണ്, പക്ഷേ തൂക്കം കൂടാൻ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ പറയുന്ന പോലെ നോൺ വെജ്, അത് എല്ലാവർക്കും പ്രിഫർ ചെയ്യണമെന്നില്ല.
പക്ഷേ ഞാൻ പറയുന്നത് നോൺ വെജ് മാക്സിമം കഴിക്കുന്നതാണ് നല്ലത് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, കറി വെച്ച വേവിച്ച നോൺ വെജ് ഐറ്റംസ് കഴിക്കുക. അതായത് ചിക്കൻ ആയിക്കോട്ടെ മട്ടൺ ആയിക്കോട്ടെ, ഇതൊക്കെ പൊരിച്ചത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുക കറി വെച്ചത് വേവിച്ചത് കഴിക്കുമ്പോഴാണ്. അതല്ലെങ്കിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സൂപ്പുകൾ, നോൺ വെജ് സൂപ്പുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കഴിക്കാം. അതും നല്ലപോലെ തൂക്കം കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ മെയിനായിട്ട് എൻ്റെ ഡയറ്റിൽ കുഞ്ഞിൻ്റെ തൂക്കം കൂടാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഒരു അമേസിങ് റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു ടെൻഷനും അടിക്കേണ്ട, തീർച്ചയായിട്ടും തൂക്കം കൂടുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.